السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ച റബ്ബിൻ്റെ അനേകായിരം അനുഗ്രഹങ്ങൾക്കിടയിൽ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധി എന്നത്. ആ ബുദ്ധിയും വിവേകവും നമുക്കില്ലാതെ പോയാൽ നമ്മളും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തുന്നവനായിരിക്കും ഒരു യഥാർത്ഥ വിശ്വാസി. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ലൈസൽ ആഖിലു അല്ലദി യഅരിഫുൽ ഖൈറ വശർ, ഇന്നത് നല്ലതാണ് ഇന്നത് ചീത്തയാണ് എന്ന് മനസ്സിലാക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. മറിച്ച് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയത് ചെയ്യുവാനും ചീത്തയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഒഴിവാക്കുവാനുമുള്ള തൗഫീഖ് ലഭിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിശാലി അല്ലെങ്കിൽ വിവേകി എന്ന് അദ്ദേഹം പറയുന്നു. ജീവിതത്തിൽ ആ തിരിച്ചറിവുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമ്പോഴാണ് ഒരു വിശ്വാസി അർത്ഥപൂർണമായ വിശ്വാസിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ആ ബുദ്ധിയെയും വിവേകത്തെയും തകരാറിലാക്കുന്ന എല്ലാ സംഗതികളെ തൊട്ടും നമ്മെ വിലക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ലഹരിയും മദ്യവും ഒക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയത്. മനുഷ്യന്റെ ബുദ്ധിയെ മറക്കുന്ന, ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരെ നാൽക്കാലികളെ പോലെയാക്കുന്ന ലഹരിയുടെ അടിമകൾ നിങ്ങൾ ആകരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചെറിയ അളവിൽ ലഹരി ഉപയോഗിച്ച് അത് വലിയതായ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ, അങ്ങനെയായി പോകുമെങ്കിൽ ആ ചെറുതും നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ബുദ്ധിയുള്ളവരുടെ സവിശേഷ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഓരോന്നും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ വിശ്വാസി ഏറ്റവും സമൂഹത്തിൽ വിവേകമുള്ള, വകതിരിവുള്ള, ബുദ്ധിശാലിയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന സംഗതിയാണ്. പലപ്പോഴും നമ്മളത് വേണ്ട പോലെ അറിയുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, ഏതൊരു കാര്യത്തിലാണോ ചെറിയ സമയത്ത് കൂടുതൽ ലാഭമുണ്ടാകുന്നത് അത് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും, അതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ. എന്നാൽ കുറെ അധ്വാനിച്ചിട്ട് കാര്യമായൊരു ഫായിദയും ഇല്ലെങ്കിലോ അത് വിവേകമുള്ള ആരും ചെയ്യാത്ത പണിയാണ്, അതിൽ നിൽക്കുകയില്ല. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒട്ടനവധി പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റക്ക് നിസ്കരിച്ചാലും ആ ബാധ്യത വീടും ആയിരിക്കാം. പക്ഷെ ഒരാൾ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ വീട്ടിൽ നിന്ന് ഒളുവെടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഓരോ കാലടി വെക്കുമ്പോഴും അയാളുടെ ഒരു പാപം പൊറുക്കും, മറ്റൊരു കാലടി വെക്കുമ്പോൾ അയാളുടെ ഒരു ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് ജമാഅത്തായി നമസ്കരിക്കാൻ നേരത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന ദുആ പറഞ്ഞ്
ആ പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ജമാഅത്ത് കാത്തിരിക്കുന്ന സമയം അത്രയും അയാൾ നിസ്കാരത്തിൽ തന്നെയാണ്. അയാൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിലോ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പൊ അത്രമാത്രം ലാഭമുള്ള വലിയൊരു നന്മയെ സംബന്ധിച്ച് അറിയിച്ചു തരുമ്പോഴും നിസ്കാരക്കാരായ നമ്മൾ തന്നെ ആ ജമാഅത്തിലും പള്ളിയിലേക്ക് നേരത്തെ എത്തുന്ന വിഷയത്തിലുമൊക്കെ അലംഭാവം കാണിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ നമ്മുടെ ബുദ്ധിയും തിരിച്ചറിവും വിവേകവും നമ്മൾ എത്ര കണ്ട് ഉപയോഗപ്പെടുത്തി എന്ന് നമ്മൾ ആലോചിക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മർറതൈൻ. ഒരു സത്യവിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കൊത്തുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ അനുഭവങ്ങൾ അയാൾ പാഠമായി ഗുണപാഠങ്ങളായി സ്വീകരിക്കും. അബദ്ധങ്ങൾ ഒരേ രീതിയിൽ ആവർത്തിക്കുകയില്ല. അതിൽ നിന്നൊക്കെ പാഠം പഠിച്ച് ജാഗ്രതയുള്ളവനായിരിക്കും ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകളുണ്ട് അബദ്ധങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന, പലതും കേട്ടിട്ടും പലതും ഉപദേശിച്ചിട്ടും പലതും അറിഞ്ഞിട്ടും കാലാകാലങ്ങളായി ഇതേപോലെയുള്ള ഉത്ബോധനങ്ങൾ മനസ്സിലാക്കിയിട്ടും ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ അങ്ങ് ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിശ്വാസിയുടെ വിവേകിയുടെ കൂട്ടത്തിൽ നാം പെടുന്നില്ല എന്ന കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതേപോലെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് ബുദ്ധിയും വിവേകവുമുള്ള ആരുടെയും ഒരു പ്രത്യേകതയാണ്. ജീവികൾ പോലും, ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത നാൽക്കാലികൾ പോലും ഒരു സമയത്ത് ഒരു അവസരത്തിൽ അവർക്ക് ഏതെങ്കിലും ആപത്തോ അപകടങ്ങളോ പറ്റിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവർക്കൊരു ശ്രദ്ധയുണ്ടാകും, ഒരു ജാഗ്രതയുണ്ടാകും. വീണ്ടും വീണ്ടും അവരെ ആ കെണിയിൽപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുകയും പറയുകയും ചെയ്യുന്നതാണ്. പണ്ട് എലിയെ പിടിച്ചതുപോലെ ഇന്ന് എലിയെ പിടിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പണ്ട് പല ജീവികളെയും നമ്മൾ അവയുടെ ഷർറുകളിൽ നിന്ന് രക്ഷ തേടിയ ആ വഴികളൊന്നും ഇന്ന് ഫലപ്രദമാകുന്നില്ല. കാരണം അവക്കും ബുദ്ധി വെച്ചു എന്ന് തമാശ രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. എന്നാൽ വിവേകമില്ലാത്ത അല്ലെങ്കിൽ വിവേകമുണ്ടായിട്ടും ഉപയോഗപ്പെടുത്താത്ത മനുഷ്യർ തനിക്ക് യാതൊരു നേട്ടവുമില്ലാത്ത ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടി സമയവും സമ്പത്തും ഊർജവും ആരോഗ്യവും ഒക്കെ വിനിയോഗിക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർകുഹു മാ ലാ യഅനി. ഒരു വിശ്വാസിയുടെ നല്ല ഗുണങ്ങളിൽ പെട്ടതാണ് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നത്. തനിക്ക് ദുനിയവിയായോ ഉഖറവിയായോ മതപരമായോ ഭൗതികമായോ എന്തെങ്കിലും നേട്ടമുള്ള, തനിക്ക് മാത്രമല്ല സമൂഹത്തിന് നന്മകളുള്ള ആ കാര്യങ്ങളിലായിരിക്കും ഒരു വിശ്വാസി ശ്രദ്ധിക്കുക. യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിലാണെങ്കിൽ അയാൾ സമയം ചെലവഴിക്കുകയില്ല. കാരണം സമയം അമൂല്യമാണത്, നഷ്ടപ്പെടുത്തുകയില്ല. ദീൻ സംരക്ഷിക്കുവാനും ആ തിന്മകളിൽ നിന്ന്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് അയാൾക്ക് ഗുണകരമായ സംഗതിയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യ ഭാഗത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവർ അകന്നു നിൽക്കുന്നവരായിരിക്കും. യാതൊരു ഫായിദയുമില്ലാത്ത, ഉപകാരവുമില്ലാത്ത, പ്രയോജനവുമില്ലാത്ത വാക്കും പ്രവൃത്തികളും, അതാണ് ലഗ്വ് എന്ന് പറഞ്ഞാൽ. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഉപദ്രവകരമായ കാര്യങ്ങളിൽ ആണെങ്കിലോ പ്രത്യേകം പറയേണ്ടതില്ല, കൂടുതൽ അകലം പാലിക്കും. ഹറാമുകളിൽ, നിഷിദ്ധങ്ങളായ കാര്യങ്ങളിൽ, പടച്ച റബ്ബിന്റെ ശാപകോപങ്ങൾ ചോദിച്ചു വാങ്ങുന്ന തിന്മകളിൽ ഒരു വിശ്വാസി ഉണ്ടാവുകയില്ല. കാരണം അയാൾ തന്റെ ജീവിതത്തിന്റെ ഈ നൈമിഷികമായ അവസ്ഥ മനസ്സിലാക്കി ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ പരമാവധി നന്മകൾ ചെയ്യുവാൻ ശ്രമിക്കുകയും അതിനുള്ള തൗഫീഖിനായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അനാവശ്യങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ, ആയുസ് തുലക്കാൻ അയാളുടെ കയ്യിലില്ല എന്ന് തിരിച്ചറിയുന്നവനായിരിക്കും. അതുകൊണ്ട് തന്നെ ലക്ഷ്യബോധത്തോടുകൂടി എന്തെല്ലാം നന്മകൾ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ അവസരങ്ങളായി വരുന്നോ അതെല്ലാം ഉപയോഗപ്പെടുത്തുവാനായിരിക്കും അയാൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യുകയും അതേപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ഒരു ശാശ്വത ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനായിരിക്കുമെന്നാണ്. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ.
എന്നാൽ ആ വിവേകവും തിരിച്ചറിവുമില്ലാത്ത, ബുദ്ധിയും ശക്തിയുമില്ലാത്ത അശക്തനായ അവിവേകിയായ മനുഷ്യൻ എന്ത് ചെയ്യും? തന്റെ മനസ്സിന് തോന്നിയ ദേഹേച്ഛകളുടെ പിന്നാലെ അയാൾ പോവുകയും വതമന്ന അലല്ലാഹ്, എന്നിട്ട് പടച്ചറബിനെ സംബന്ധിച്ച് കുറെ വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവനായിരിക്കും. നേരെ മറിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി ആ പടച്ചറബ് നിശ്ചയിച്ച നന്മകൾ നേടിയെടുക്കുവാനുള്ള വഴികൾ ഉപയോഗപ്പെടുത്തി റബ്ബിനോട് നിരന്തരം ചോദിച്ച് നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രഭാതത്തിലും അങ്ങനെ ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. നമുക്ക് നിസ്കാരം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിസ്കാരത്തിന് തന്നെ സമയമില്ലാതെ ചാടി ഓടുകയാണ് ദുനിയാവിന്റെ പിന്നാലെ വെട്ടിപ്പിടിക്കാനായി. പക്ഷെ അള്ളാഹ് കണക്കാക്കിയല്ലാത്ത ഒരു നയാ പൈസയും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയില്ല, ഒരു വറ്റ് പോലും കൂടുതൽ നമുക്ക് കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ സാവകാശം പറയേണ്ടത് പറഞ്ഞ് റബ്ബിനോട് ചോദിക്കേണ്ടത് ചോദിച്ച് ദുആ ചെയ്ത് നല്ല മനസ്സോടെ സംതൃപ്തിയോടെ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ സ്വാലിഹ വറിസ്ഖൻ ത്വയ്യിബ. ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ്, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള റിസ്ക്, ഉപജീവനം, അതേപോലെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാകണം. ഭക്തിയുള്ള, പടച്ചറബിനെ പേടിയുള്ള ഒരു മനസ്സ്, ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം തുടങ്ങുമ്പോൾ ആ ജീവിതത്തിൽ ടെൻഷനുകളില്ല, പ്രയാസങ്ങളില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ മുൽക്കിലെ 10-ാമത്തെ വചനമാണ്. നമുക്കൊക്കെ ഏകദേശം പരിചയമുള്ള, കാണാതെ അറിയുന്ന ആയത്ത് കൂടിയാണ്. നരകവാസികൾ നരകത്തിലെത്തുമ്പോൾ അവർ നടത്തുന്ന ഒരു കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലവിളിയാണ് ആ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർ പറയും, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ദുനിയാവിൽ വെച്ച് കേൾക്കേണ്ടത് പോലെ ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, ഗ്രഹിക്കേണ്ടത് പോലെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾ മെനക്കെട്ടിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന ഈ നരകത്തിന്റെ വക്താക്കളായി, അതിന്റെ ഇന്ധനങ്ങളായി എരിഞ്ഞമരുന്നൊരവസ്ഥ ഞങ്ങൾക്ക് വരുമായിരുന്നില്ല എന്ന് അവിടെ വച്ച് വിലപിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ദുനിയാവിൽ ആയുസ്സുള്ള സമയത്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് പടച്ചിറപ്പ് നമുക്ക് കനിഞ്ഞരുളിയ ഈ ബുദ്ധിയും വിവേകവും തിരിച്ചറിവും ഒക്കെ ദുനിയാവിൽ വെച്ച് ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ദുനിയാവിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും, ഇഹലോകത്തിന്റെ വിഷയത്തിലും പരലോകത്തിന്റെ കാര്യത്തിലും ആ ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അങ്ങനെയുള്ളവർക്കാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയം എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ സ്വീകരിച്ച് നന്മകളുടെ വക്താക്കളായി ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ആദർശ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും രോഗങ്ങളും സങ്കടങ്ങളും വേദനകളും റഹ്മാനായ റബ്ബ് നീക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.